ഹലോ ഓൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നവർക്കറിയാം, ഞാൻ ആദ്യത്തെ 2 ചാപ്റ്റർ വിട്ടിട്ടായിരുന്നു ബാക്കി ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നതാണ്. മധ്യകാല ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്ക് ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ബാക്കി ഇപ്പോൾ പ്രിലിംസ് എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന കാരണം അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എടുത്തതിന് ശേഷം ഈ ടോപ്പിക്സ് എടുക്കാം എന്ന് വിചാരിച്ചിട്ടായിരുന്നു വിട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ നിന്നൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടല്ലേ കഴിഞ്ഞ എക്സാമുകളിലൊക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. നമ്മൾ ആ ഒരു ക്ലാസ്സുകളൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കാണാം അല്ലേ. അപ്പോൾ ആ ക്ലാസ്സുകൾ കാണുന്നവർക്കറിയാം ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഇപ്പോൾ നോക്കി ഇപ്പോൾ നമ്മൾ 10th പ്രിലിംസിലൊക്കെ ഏകദേശം പറഞ്ഞിരുന്ന ഒരു ഭാഗത്ത് നിന്നൊക്കെ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യുമ്പോൾ ഏത് ഭാഗമാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതെന്ന് ഞാൻ പറയുന്നുണ്ട് അല്ലേ. അപ്പം നമുക്ക് ആ ഒരു ഭാഗമൊക്കെ എന്ത് ചെയ്യാം, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. നമുക്ക് എന്തെങ്കിലും പഠിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗം കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് നമുക്ക് പറ്റൂലേ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ നോക്കാം കേട്ടോ. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ തന്നെ ചെറിയ പോസ്റ്റുകളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അതായത് ഓരോ ദിവസം നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളുണ്ടല്ലോ, അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ രാത്രി ആകുമ്പോൾ ഞാൻ ആ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ കറക്റ്റ് ആൻസേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം അതിനൊക്കെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ചാപ്റ്റർ ഞാൻ പറഞ്ഞില്ലേ മധ്യകാല എന്താണെന്നാണ്. അപ്പോൾ നമുക്ക് മധ്യകാല ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മളെ സിലബസിലൊന്നും കാണാണ്ട് അങ്ങനെ അധികം ഇതായിട്ട് പറഞ്ഞിരുന്നില്ല. പക്ഷേ നമ്മൾ ക്ലാസ് എക്സാം എഴുതാനിരിക്കുമ്പോൾ കാണാം അല്ലേ, ഇതിൽ നിന്നൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് മധ്യകാല ഇന്ത്യയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നത് കാണാം. അതുപോലെ തന്നെ മധ്യകാല ഇന്ത്യ എന്ന് പറഞ്ഞിട്ടായിരിക്കില്ല ക്വസ്റ്റ്യൻ വരുന്നത്, അതിനിടയിൽ നിന്ന് വല്ല സാഹിത്യമോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കില്ലേ വരുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് നോക്കാം. മധ്യകാലം എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് വേറെ ക്ലാസ്സുകളിലേ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഇതിന് മുമ്പ് ഞാൻ അടുത്ത 6ാം ക്ലാസ്സിലൊക്കെ മധ്യകാല ഇന്ത്യയെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ആ മധ്യകാല ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് അങ്ങനെ ആയിട്ടല്ല വരുന്നത് അല്ലേ. ക്വസ്റ്റ്യൻസ് കലാ, സാഹിത്യം, കായികം, സംസ്കാരം എന്നൊക്കെ പറയുന്ന ഒരു ടോപ്പിക്കുകളിൽ നിന്നാണ് കുറേ ക്വസ്റ്റ്യൻസ് വരുന്നത് കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ എന്താണ് പറയാൻ പോകുന്നത്. മധ്യകാല ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി നമുക്കറിയാമല്ലേ, മുഗൾ ഭരണ കാലഘട്ടമൊക്കെ ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കി, മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കുക. മധ്യകാല ഇന്ത്യയിൽ ഭരണം നടത്തിയ 2 രാജ്യങ്ങളുടെ ചരിത്രശേഷിപ്പുകളാണ് നൽകിയിരിക്കുന്നത്. ഓക്കെ, ഇതിൽ ആദ്യത്തെ എന്താണ്? സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നത് ഇവിടെയാണല്ലേ, ചെങ്കോട്ടയിലാണല്ലേ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് നൽകിയിരിക്കുന്നത് മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ്റെ ഭരണകാലത്ത് ഡൽഹിയിൽ നിർമ്മിച്ച ഇതുണ്ടോ ചെങ്കോട്ട എന്ന് പറയുന്നത് ആരാണ്? ഷാജഹാനെ കാലത്ത് നിർമ്മിച്ചിട്ടുള്ളതാണ് ചെങ്കോട്ട എന്ന് പറയുന്നത്. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ്റെ ഭരണകാലത്താണ് കേട്ടോ ഡൽഹിയിലാണ് ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മുഗൾ ചക്രവർത്തിയായ ഷാജഹാനെ ഭരണകാലത്താണ് ഡൽഹിയിൽ നിർമ്മിച്ച ചെങ്കോട്ട എന്ന് പറയുന്നത്. ഇതേ കാലത്ത് ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന വിജയനഗരത്തിൻ്റെ തലസ്ഥാനമായ ഹംപിയുടെ ചിത്രമാണ് രണ്ടാമത്. അപ്പോൾ എന്താണ് ഫസ്റ്റ് ചിത്രം എന്ന് പറയുന്നത്? എന്താണ്? ചെങ്കോട്ടയുടെയാണ്. രണ്ടാമത്തെ എന്താണ്? ഹംപിയാണ് അല്ലേ. ഹംപി ഫേമസ് ആണല്ലേ, ഏതൊരു സിനിമയിൽ പറയുന്നുണ്ടല്ലോ അല്ലേ, ഹംപി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത് നോക്കിയേ, മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ്റെ ഭരണകാലത്ത് ഡൽഹിയിൽ നിർമ്മിച്ച ചെങ്കോട്ടയാണ് ഫസ്റ്റ് നൽകിയിരിക്കുന്നത്. ഇതേ കാലത്ത് തന്നെ ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന വിജയനഗരത്തിൻ്റെ തലസ്ഥാനമായ ഹംപിയുടെ ചിത്രമാണ് രണ്ടാമത് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് രാജ്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നോക്കാം, മുഗൾ ഭരണം നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ ഇതിനേക്കാളും കുറച്ചുകൂടെ ഇതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, മുഗൾ ഭരണം എന്നാണ് 1526 മുഗൾ ഭരണം തുടങ്ങുന്നത്. മുഗൾ ഭരണം സ്ഥാപിച്ചത് ബാബറാണ്. 1557 വരെ ഡൽഹി കേന്ദ്രമാക്കി ഇന്ത്യ ഭരിച്ച മുഗൾ ഭരണകാലത്തെ പ്രധാന ഭരണാധികാരികൾ ആരൊക്കെയാണ്? 1557 വരെയാണല്ലേ, 1526 മുതൽ 1557 വരെ, ഒന്നാം സ്വാതന്ത്ര്യ സമരം വരെ മുഗൾ ഭരണകാലമായിരുന്നു. ആ സമയത്ത് ഇന്ത്യ ഭരിച്ചിരുന്നവർ ആരൊക്കെയാണ് നോക്കിയേ. ബാബർ ഉണ്ടല്ലേ, ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. ബാബർ എന്ന് പറയുന്നത് 1526 മുതൽ 1530 വരെയാണ്. ഹുമയൂൺ 1530 മുതൽ 540 വരെയും അതുപോലെ തന്നെ 555 മുതൽ 56 വരെയാണ്. അക്ബർ 556 മുതൽ 605 വരെ. ജഹാംഗീർ 605 മുതൽ 627 വരെ. ഷാജഹാൻ 628 മുതൽ 58 വരെ. ഔറംഗസേബ് 58 മുതൽ 7007 വരെ അല്ലേ. അപ്പോൾ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ് എന്നിവരായിരുന്നു മുഗൾ ഭരണ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഇനി
വളരെ വിസ്തൃതമായ രാജ്യമായിരുന്നു മുഗളരുടേത്. മുഗളരുടേതെന്ന് പറയുന്നത് എന്തായിരുന്നു? ഭയങ്കര വിസ്തൃതമായ രാജ്യമായിരുന്നു അല്ലേ. ഇന്നത്തെ ഇന്ത്യക്ക് പുറമെ അയൽ രാജ്യങ്ങളിലേക്ക് മുഗൾ ഭരണം വ്യാപിച്ചിരുന്നു. ഇന്നത്തെ ഇന്ത്യ എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ. അതല്ലാണ്ട് നമുക്ക് ആദ്യത്തെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനും പുറത്തുള്ള രാജ്യങ്ങളല്ലേ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നോക്കി ഈ ചിത്രം നൽകിയിട്ടുള്ളതിൽ ഡൽഹി, ആഗ്ര, നോക്കി കാശ്മീർ, ഗുജറാത്ത്, ബിജാപ്പൂർ, ഡാക്ക, ബംഗ്ലാ, അതുപോലെ ബീഹാർ, നോക്കിയൊക്കെ അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഔറംഗസേബിൻ്റെ കാലത്തുള്ള മുഗൾ രാജ്യത്തിൻ്റെ ചിത്രമാണ് നൽകിയിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനെ ഭാഗമൊക്കെ ആയിരുന്നു. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഇന്ത്യക്ക് പുറത്ത് ഉള്ള രാജ്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഫ്ഗാനിസ്ഥാനെ ഭാഗമൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇനി മുഗളരും ഒന്നാം പാനിപ്പത്ത് യുദ്ധം എന്താണ്? ഒന്നാം പാനിപ്പത്ത് യുദ്ധം കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടക്കുന്നത് എന്താണ്? 1526 ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടക്കുന്നത്. അപ്പോൾ മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പേര് ഉത്ഭവിച്ചത്. അപ്പോൾ മുഗൾ എന്ന പേര് വരാൻ കാരണം എന്താണ്? മംഗോൾ എന്ന പദത്തിൽ നിന്നാണ്. മുഗൾ രാജ്യസ്ഥാപകനായ ബാബർ പിതാവ് വഴി തുർക്കി ഭരണാധികാരിയായിരുന്ന തിമൂറിൻ്റെയും മാതാവ് വഴി മംഗോൾ രാജാവായിരുന്ന ചെങ്കിസ് ഖാനെയും പിൻഗാമിയായിരുന്നു. അപ്പോൾ എന്താ പറയുന്നത്? മുഗൾ രാജ്യസ്ഥാപകനായ ബാബർ എന്ന് പറയുന്നത് പിതാവ് വഴി തുർക്കി ഭരണാധികാരിയായിരുന്ന തിമൂറിനെയും മാതാവ് വഴി മംഗോൾ രാജാവായിരുന്ന ചെങ്കിസ് ഖാനെയും പിൻഗാമിയായിരുന്നു. ആരൊക്കെയാണ് പറയുന്നത്? പിതാവ് വഴിയാണെന്നുണ്ടെങ്കിൽ ആരാണ്? തിമൂറായിരുന്നു അല്ലേ. തിമൂർ എന്ന് പറയുന്നത് ആയിരുന്നു. പിതാവ് വഴി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിമൂറായിരുന്നു. അതുപോലെ തന്നെ മാതാവ് വഴി നോക്കുകയാണെങ്കിൽ ചെങ്കിസ് ഖാനെയും പിൻഗാമിയായിരുന്നു. 16-ാം നൂറ്റാണ്ടിലാണ് യൂറോപ്പിലെ ഈ രാജവംശത്തെ മുഗൾ എന്ന് വിളിച്ചു തുടങ്ങിയത്. അപ്പോൾ യൂറോപ്പിലാണ് എന്ന് വിളിച്ചു തുടങ്ങിയത്? മുഗൾ എന്ന് വിളിച്ചു തുടങ്ങിയത്. നമുക്കറിയാലേ ലോധി വംശം, സീത് വംശമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാഖീദു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരു കോഡ് വെച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന ഇബ്രാഹിം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും 1526 ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ചിട്ടാണ് ഏറ്റുമുട്ടുന്നത്. അപ്പോൾ പാനിപ്പത്ത് എവിടെയാണ് സ്ഥലം? ഹരിയാനയിലാണ്. പാനിപ്പത്ത് എന്ന് പറയുന്നത് ഹരിയാനയിലാണ്. അപ്പോൾ ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായ ഇബ്രാഹിം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും 1526 ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ചിട്ടാണ് ഏറ്റുമുട്ടുന്നത്. ഇതിനെയാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം എന്ന് പറയുന്നത്. ഈ യുദ്ധവിജയത്തിലൂടെയാണ് ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിക്കുന്നത്. അങ്ങനെ ബാബർ ഇന്ത്യയിലേക്ക് വരുന്നതിന് കാരണമായിട്ടുള്ളത് ഏത് യുദ്ധമായിരുന്നു? ഒന്നാം പാനിപ്പത്ത് യുദ്ധമായിരുന്നു. 1526 ഹരിയാനയിലാണ് പാനിപ്പത്ത് യുദ്ധം നടക്കുന്നത് അല്ലേ. ലോധി വംശജനായിട്ടുള്ള ഇബ്രാഹിം ലോധിയും അതുപോലെ തന്നെ കാബൂൾ ഭരണാധികാരിയായിരുന്ന ബാബറും തമ്മിലാണ് ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അക്ബർ ചക്രവർത്തിയുടെ മരണാനന്തരമായിട്ട് ജസ്യൂഡ് പാതിരി പിയറി ജാറിക്ക് എഴുതിയിട്ടുള്ള ഒരു ഇത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കിഴക്കിനെ വിറപ്പിച്ച അക്ബർ ചക്രവർത്തി നിര്യാതനായിരിക്കുന്നു. തീർച്ചയായും അക്ബർ മഹാനായ ചക്രവർത്തിയായിരുന്നു. ഒരേ സമയം പ്രജകളിൽ നിന്ന് സ്നേഹവും ബഹുമാനവും വിധേയത്വവും ലഭിച്ചുകൊണ്ട് തന്നെ ആജ്ഞശക്തി നിലനിർത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഉയർന്ന താഴ്ന്ന വിഭാഗങ്ങളെന്ന തരംതിരിവില്ലാതെയും പരിചിത അപരിചിത വ്യത്യാസമില്ലാതെയും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വ്യത്യാസമില്ലാതെയും തുല്യനീതി നടപ്പിലാക്കിയ കരുത്തരോട് ശക്തമായും അശക്തരോട് കരുണയോടും പെരുമാറിയ സുൽത്താൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു എന്ന് ആരെ കുറിച്ചിട്ട് പറയുന്നുണ്ട്? അക്ബർ ചക്രവർത്തിനെ കുറിച്ചിട്ട് എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി അക്ബർ എന്ന് പറയുന്നത് അതിശക്തനായിട്ടുള്ള ചക്രവർത്തി ആയിരുന്നു എന്നാ. ഇനി നോക്കിയ ഒരു പിക്ചർ നൽകിയിട്ടുണ്ടല്ലോ. മുഗൾ രാജവംശത്തിലെ പ്രസിദ്ധനായിരുന്ന ഭരണാധികാരിയായിരുന്ന അക്ബർ വിവിധ മതസ്ഥരുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട് അല്ലേ. പല മതസ്ഥരുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട് അക്ബർ. അപ്പോൾ എന്തായിരുന്നു ചർച്ച എന്ന് നമുക്ക് നോക്കാം. 1575 തൻ്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ അക്ബർ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം 1575 എന്താണ് പുതിയ തലസ്ഥാനമായിരുന്ന ഏതായിരുന്നു? ഫത്തേപൂർ സിക്രി ആയിരുന്നു അല്ലേ. ഈ ഫത്തേപൂർ സിക്രിയിലാണ് അക്ബർ എന്ത് ചെയ്യുന്നത്? ഇബാദത്ത് ഖാന പണി കഴിപ്പിക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇബാദത്ത് ഖാന എന്ന് പറയുന്നത്? വിവിധ മതങ്ങളിലെ പണ്ഡിതരും പ്രമുഖരും ഇവിടെ ഒത്തുചേർന്നിരുന്നു. അക്ബർ പിന്തുടരുന്ന മതസഹിഷ്ണുത ആനയത്തിന് ചർച്ചകൾ ഉത്തമ ഉദാഹരണങ്ങളാണ്. മതസഹിഷ്ണുത ആനയത്തിന് ഉണ്ടോ? ഇബാദത്ത് ഖാന എന്ന് പറയുന്ന മതസ്ഥരൊക്കെ കൂടുന്നൊരു സ്ഥലമായിരുന്നു. മതത്തിലുള്ള പണ്ഡിതരും പ്രമുഖരൊക്കെ കൂടുന്നൊരു സ്ഥലമായിരുന്നു. എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ദീൻ ഇലാഹി എന്ന് പറയുന്നത്. അപ്പോൾ ദീൻ ഇലാഹി എന്ന് പറയുന്നത് ഒരു മതം മാത്രമാണോ? അല്ല. എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കിയിട്ട് രൂപം കൊണ്ടുള്ള ദർശനമാണ് ദീൻ ഇലാഹി എന്ന് പറയുന്നത്. അപ്പോൾ അക്ബർ ആരുടെയാണ്? അക്ബറിൻ്റെയാണ്. എല്ലാവർക്കും സമാധാനം അഥവാ സുൽഹീഖുൽ എന്നതാണ് ഈ ദർശനത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത്.
പറയുന്നത്. സമാധാനം അല്ലേ, സമാധാനം അല്ലെങ്കിൽ സുൽഹീക്കുൽ എന്നായിരുന്നു ഇതിൻ്റെ കാതൽ എന്ന് പറയുന്നത്. എല്ലാ ദർശനങ്ങളും മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണെന്ന് ആശയം വ്യക്തമാക്കിയിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറഞ്ഞത്, ഈ അക്ബർ എന്ന് പറയുന്നത് ഈ ഇബാദത്ഖാന പണികഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം കൊണ്ടുവന്നൊരു ആശയമായിരുന്നു എന്ന് പറയുന്നത് ദീൻ ഇലാഹി എന്ന് പറയുന്നില്ലേ. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയത് ഭരണരംഗത്തും അക്ബർ സഹിഷ്ണുത നയം പിന്തുടർന്നതിന് തെളിവാണ്. അപ്പോൾ സഹിഷ്ണുത നയം പിന്തുടർന്നത് ആരാണ് അക്ബറാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ മത എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു, മതസഹിഷ്ണുത നയം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മതസഹിഷ്ണുതാ നയം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് എന്താണ്, സഹിഷ്ണുതാ നയം അല്ലേ, സഹിഷ്ണുതാ നയം പറയുന്നുണ്ട്. ജസിയ എന്ന മതനികുതി നിർത്തലാക്കി, ജസിയ എന്ന മതനികുതി നിർത്തലാക്കി. അതുപോലെ തന്നെ മുഗൾ ഭരണത്തിന് എല്ലാ മേഖലകളിലും എല്ലാ മതസ്ഥരെയും തുല്യമായിട്ട് പരിഗണിച്ചിരുന്നു. അതുപോലെ രാജാ തോഡർമാർ, രാജാ മാൻ സിംഗ്, രാജാ ഭഗവൻ ദാസ്, ബീർബൽ എന്നിവർ അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്നവരിൽ പ്രധാനികളാണ്. അപ്പോൾ അദ്ദേഹം എല്ലാ മതങ്ങളെയും ഒന്നിച്ച് കണ്ടിരുന്നു. അത് കാരണമാണ് ദീൻ ഇലാഹി എന്ന് പറയുന്നത് എല്ലാ മതത്തിൽ നിന്നും എടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയ ആശയങ്ങളൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു നികുതി അദ്ദേഹം പിൻവലിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. നികുതി എന്ന് പറയുന്ന മതനികുതി നിർത്തലാക്കിയിട്ടുണ്ടായിരുന്നു. ജസിയ എന്ന് പറയുന്ന മതനികുതി നിർത്തലാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെയാണ് പറഞ്ഞത്, അവിടെ എല്ലാ മതസ്ഥരുണ്ടായിരുന്നു തെളിവാണ് ഈ രാജാ തോഡർമാരും രാജാ മാൻ സിംഗും രാജാ ഭാഗവൻ ദാസും അതുപോലെ തന്നെ ബീർബലൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. എൻ്റെ അനുനായികൾ മറ്റ് മതവിഭാഗങ്ങളുമായി ശത്രുതയിൽ വർദ്ധിച്ച് സമയം പാഴാക്കരുത്. ഇതര മതസ്ഥരോടുള്ള ബന്ധത്തിൽ സുൽഹീക്കുല്ല് എന്ന ആശയം അനുവർത്തിക്കട്ടെ. എല്ലാവർക്കും സമാധാനം എന്ന. മൃഗങ്ങളെ കൊല്ലുകയോ യുദ്ധസമയങ്ങളിലൊഴികെ ആയുധങ്ങൾ എടുക്കുകയോ ചെയ്യരുത്. അക്ബർ തൻ്റെ അനുനായികളോട് കൽപ്പിച്ചതായിട്ട് മുഗൾ സുൽത്താനായിരുന്ന ജഹാംഗീർ തൻ്റെ ഓർമ്മക്കുറിപ്പായ തുസൂക്കി ജഹാംഗീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ജഹാംഗീർ ഒരു ആത്മകഥയിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പിൽ പറയുകയാണല്ലേ ഈ അക്ബറിനെ കുറിച്ചിട്ട് അക്ബർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയത് അക്ബറിനെ കുറിച്ചിട്ട് പറയുകയാണല്ലേ, ഡീറ്റെയിൽ ആയിട്ട് അക്ബറിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അക്ബറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ദീൻ ഇലാഹി പറഞ്ഞു, ഇബാദത്ഖാന പറഞ്ഞു, ജസിയ എന്ന നികുതി എന്ന് പറയുന്നത് മതനികുതി എന്ന് പറയുന്നത് പിൻവലിച്ചതും പറഞ്ഞു. ഓക്കെ, ഇനി മുഗൾ സൈന്യം എന്ന് പറഞ്ഞ് നൽകിയിട്ടുണ്ട്. മുഗൾ കാലഘട്ടത്തിൽ രാജ്യം വിപുലമാക്കുന്നതിനും വിസ്തൃതമാക്കപ്പെട്ട രാജ്യം നിലനിർത്തുന്നതിനും ശക്തമായ സൈന്യം ആവശ്യമായിരുന്നു. ഇതിനു വേണ്ടി അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായം ഏതാണ്? മാൻസബ്ദാരിയാണ് അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് മാൻസബ്ദാരി. ഈ സമ്പ്രദായം അനുസരിച്ച് ഓരോ ഉദ്യോഗസ്ഥൻ്റെയും കീഴിൽ ഒരു സൈനിക വ്യൂഹം ഉണ്ടായിരിക്കും. ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് മാൻസബ് എന്ന പദവി സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന സൈനിക സമ്പ്രദായമായിരുന്നു മാൻസബ്ദാരി എന്ന് പറയുന്നത്. അതിലെന്താണ്, ഓരോ ഉദ്യോഗസ്ഥന് കീഴിലും ഒരു സൈനികം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓരോ ഉദ്യോഗസ്ഥനും എന്തുണ്ടായിരിക്കും, കുതിര പടയാളികളുടെ എണ്ണം ഉണ്ടായിരിക്കും. ഓരോ ഉദ്യോഗസ്ഥന് കുതിര പടയാളികളുടെ എണ്ണയും ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് മാൻസബ് എന്ന് പറയുന്നത്. നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിനനുസരിച്ചായിരുന്നു മാൻസബ്ദാരുടെ പദവി നിശ്ചയിച്ചിരുന്നത്. സർക്കാർ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം നൽകി സൈന്യത്തിൽ നിലനിർത്തുന്നതിന് പകരമാണ് ഈ സമ്പ്രദായം നടപ്പിലാക്കിയത്. മാൻസബ്ദന്മാർക്ക് അവരുടെ പദവിക്കനുസരിച്ച് എന്താണ് നൽകിയിരുന്നത്? ഭൂമിയാണ് പതിച്ച് നൽകിയിരുന്നത്. പ്രസ്തുത ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിച്ചെടുത്തുമാണ് മാൻസബ്ദാർ തൻ്റെ സൈന്യത്തിൽ നിലനിർത്തിയിരുന്നത്. ഭരണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ പ്രമുഖരുടെയും സൈനികരുടെയും പിന്തുണ ആവശ്യമായിരുന്നു. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായിട്ടായിരുന്നു മാൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. അപ്പോൾ എന്താണ് പറഞ്ഞത്, എല്ലാവരുടെയും പിന്തുണ ആവശ്യമാണല്ലേ, അതിന് വേണ്ടിയിട്ടൊക്കെയായിരുന്നു മാൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. അതായത് ഒരു സൈനിക പട ഏതാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, മാൻസബ്ദാരിയാണ്. ഇനി മുഗൾ ഭരണരീതി നൽകിയിട്ടുണ്ടോ, ഇതിലെ ഭരണ സൗകര്യത്തിനായിട്ട് സ്വീകരിച്ചിരുന്ന ക്രമീകരണം നമുക്ക് നൽകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് ഭരണക്രമം അല്ലെങ്കിൽ ഘടന എന്ന് പറയുന്നത്? സുബ, സർക്കാർ, പർഖാന, ഗ്രാമം. സുബ, സർക്കാർ, പർഖാന, ഗ്രാമം. രാജ്യത്തിൻ്റെ പരമാധികാരിയും സർവ്വസൈന്യാധിപനും നിയമനിർമ്മിതാവും അന്തിമ ന്യായാധിപനും ചക്രവർത്തിയായിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്, രാജ്യത്തിൻ്റെ പരമാധികാരി, സർവ്വസൈന്യാധിപൻ, അതുപോലെ തന്നെ നിയമനിർമ്മാതാവ്, അന്തിമ ന്യായാധിപനൊക്കെ എന്തായിരുന്നു, ചക്രവർത്തിയായിരുന്നു. മുഗൾ കാലഘട്ടത്തിൽ നീതിന്യായ നിർവഹണത്തിനായിട്ട് ഇന്നത്തെ പോലെ പ്രത്യേകതരം കോടതികൾ ഉണ്ടായിരുന്നില്ല. പകരം തദ്ദേശീയരായ മതപണ്ഡിതന്മാരാണ് തർക്കങ്ങളിൽ അന്വേഷണം നടത്തി തീർപ്പ് കൽപ്പിച്ചിരുന്നത്. ഈ തീരുമാനത്തിൽ അതൃപ്തിയുള്ളവർക്ക് ചക്രവർത്തിയോട് നേരിട്ട് പരാതി പറയുവാൻ അവസരമുണ്ടായിരുന്നു. ഭരണകാര്യങ്ങളിൽ രാജാവിന് ഉപദേശം നൽകുന്നതിനായിട്ട് മന്ത്രിമാരെയും വകുപ്പ് അധ്യക്ഷന്മാരെയും നിയമിച്ചിരുന്നു. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലെ പോലെ എന്താണ് പ്രത്യേക കോടതികളൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് മതപണ്ഡിതന്മാരല്ലേ കൂടുതലായിട്ട് ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു അല്ലേ, മതപണ്ഡിതന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ അവർക്ക് ഇങ്ങനെ
എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നേരിട്ടിട്ട് ആർക്കും ഓരോ ചക്രവർത്തിയോട് രാജാവിനോടൊക്കെ പറയുന്നതിനായിട്ടുള്ള ഇതുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേ ഓരോരുത്തർക്കും ഓരോ വകുപ്പുകളും അധ്യക്ഷന്മാരൊക്കെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്, നമ്മുടെ സൂബ സർക്കാർ പ്രധാന ഗ്രാമം എന്ന് പറയുന്ന ഒരു ഘടനയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്, ആര് അക്ബറിൻ്റെ ഭരണകാലത്ത് ഉണ്ടായിരുന്നത്. ഇനി അക്ബർ ചക്രവർത്തി ദിവാനി ഗാസിൽ ജനങ്ങളുടെ പരാതി കേൾക്കുന്ന ഒരു കാണിച്ചിട്ടുണ്ട് അല്ലേ. അക്ബർ ജനങ്ങളുടെ പരാതി കേൾക്കുന്നുണ്ട്. ഇനി എന്താണ് സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത്. മുഗൾ ഭരണകാലത്തെ സമൂഹത്തെക്കുറിച്ച് അക്കാലത്ത് ഇന്ത്യ സന്ദർശിച്ച യൂറോപ്യൻ സഞ്ചാരികളും വ്യാപാരികളും അവരുടെ യാത്രാ വിവരങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫ്യൂഡൽ സാമൂഹ്യ വ്യവസ്ഥിതിയായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. സമൂഹം പല തട്ടുകളായിട്ട് വിഭജിക്കപ്പെട്ടിരുന്നു. അപ്പം അന്ന് നിലനിന്നിരുന്ന എന്താണ്, ഫ്യൂഡൽ സാമൂഹ്യ വ്യവസ്ഥിതിയാണ് അന്ന് നിലനിന്നിരുന്നതെന്നാണ് പറയുന്നത്. സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ സാധാരണക്കാരും ഏറ്റവും മുകളിൽ രാജാവുമായിരുന്നു അല്ലേ. ഇവിടെ രാജാവ് എന്ന് പറയുന്ന ഒരു ആളുള്ള കാരണം അവിടെ എന്തായിരിക്കും, ഏറ്റവും മുകളിൽ രാജാവായിരുന്നു, ഏറ്റവും താഴെ എന്തായിരിക്കും, സാധാരണക്കാർ തന്നെയായിരിക്കും. ജനങ്ങളുടെ ജീവിത നിലവാരം വേതനത്തെയും വരുമാനത്തെയും ആശ്രയിച്ചായിരുന്നു. രാജ്യത്തെ ജനങ്ങളിൽ ഭൂരിഭാഗവും കർഷകരായിരുന്നു. അവർക്കിടയിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് പറയുന്നത്, അന്നത്തെ ജാതി കാലഘട്ടത്തെക്കുറിച്ചാണല്ലേ പറയുന്നത്. ജാതി മതഭേദമന്യേ എന്ന് പറയുമ്പോൾ ജാതിക്കും അതുപോലെ തന്നെ മതത്തിനും എതിരായിട്ടും അതുപോലെ തന്നെ ഓരോ ജാതിയിൽപ്പെട്ടവർക്ക് ഓരോ അനുഷ്ഠാനങ്ങളും സംസ്കാരങ്ങളും ഇവരൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അന്ന് ജാതിയുടെ പേരിൽ കുറേ എന്താണ് നടന്നിരുന്ന അന്ധവിശ്വാസങ്ങളൊക്കെ അന്നും നിലനിന്നിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ എന്താണ് സാമ്പത്തിക അസമത്വം അല്ലേ. നോക്കി നോക്കിയാൽ അസമത്വം, ഏറ്റവും താഴെയുള്ളത് സാധാരണക്കാരും ഏറ്റവും മുകളിലുള്ളത് രാജാവുമായിരുന്നു. അപ്പോൾ അതും തമ്മിലുള്ള അസമത്വവും ഇവിടെ കാണാൻ കഴിഞ്ഞിരുന്നു. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയായിരുന്നു ടവേണിയർ എന്ന് പറയുന്നത്. ടവേണിയർ ഒരു ഫ്രഞ്ച് സഞ്ചാരിയാണ്. അദ്ദേഹം മുഗൾ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ സാമൂഹ്യ അവസ്ഥയെക്കുറിച്ചും ജനങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ സ്ഥലത്തെയും ജനങ്ങളുടെ ജീവിത രീതി, ഭക്ഷണം, വസ്ത്രം എന്നിവയിൽ വളരെയധികം വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു. ബാബർ തൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ എക്കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന തൊഴിൽ വ്യവസ്ഥയെക്കുറിച്ചും ജാതിയെക്കുറിച്ചിട്ടൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആരാണ്, ടവേണിയർ അല്ലേ. ഫ്രഞ്ച് സഞ്ചാരിയായിരുന്ന ടവേണിയറാണ് അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ന് നോക്കിയാൽ നെക്സ്റ്റ് ആളെക്കുറിച്ച് പറയുന്നുണ്ട്. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യയെ സന്ദർശിച്ച ഇംഗ്ലീഷുകാരൻ ആരാണ്, റാൽഫിച്ച് ആണ് അല്ലേ. റാൽഫിച്ചാണ് എന്ന ഇംഗ്ലീഷുകാരനായിരുന്നു റാൽഫിച്ച്. ഇന്ത്യയിലെ 2 നഗരങ്ങളെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നോക്കിയേ, ആഗ്രയും ഫത്തേപൂർ സിക്രിയും ഉണ്ടാവും. ആഗ്രയും ഫത്തേപൂർ സിക്രിയും ലണ്ടൻ നഗരത്തേക്കാൾ വലുതും ജനനിബിഡവുമായിരുന്നു. ഏതാണ്ട് 12 മൈൽ ദൂരമുണ്ട് ഈ നഗരങ്ങൾ തമ്മിൽ. ഈ ദൂരം അത്രയും വഴി നീളെ ഭക്ഷ്യവസ്തുക്കളും മറ്റും വിൽക്കുന്ന അങ്ങാടികൾ കാണാമെന്ന് ആരാണ് പറഞ്ഞത്, ഇംഗ്ലീഷുകാരനായ റാൽഫിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആരാണ്, മാസ്റ്റർ റാൽഫിച്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ വരുന്ന സമയത്ത് ഇന്ത്യയിലേക്ക് സന്ദർശിച്ചിട്ടുള്ള ഇംഗ്ലീഷ് സഞ്ചാരി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ റാൽഫിച്ച് ആയിരുന്നല്ലേ. ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ഭാഗത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുഗൾ ഭരണകാലത്ത് നാം എത്രത്തോളം സാമ്പത്തിക പുരോഗതി കൈവരിച്ചിരുന്നുവെന്ന് ഈ വിവരണം സൂചിപ്പിക്കുന്നു. സാമ്പത്തിക പുരോഗതിക്ക് അടിസ്ഥാനം കാർഷിക രംഗത്തെ നേട്ടങ്ങളായിരുന്നു. നെല്ല്, ഗോതമ്പ്, ബാർലി, കരിമ്പ്, പരുത്തി, എണ്ണക്കുരുക്കൾ തുടങ്ങിയ അക്കാലത്തെ പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങളായിരുന്നു. അബുൾ ഫസൽ തന്നെ പുസ്തകമായ ഐനി അക്ബറിൽ ഇന്ത്യക്കാർ വ്യത്യസ്തങ്ങളായ നെല്ലിനങ്ങൾ കൃഷി ചെയ്തിരുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നികുതി കൊടുത്തിരുന്ന കാലം വരെ കർഷകരെ ഭൂമിയിൽ നിന്ന് ഒഴിപ്പിച്ചിരുന്നില്ല. മുഗൾ കാലത്ത് സാങ്കേതിക വിദ്യകളുടെയും പുതിയ ഉപകരണങ്ങളുടെയും ഉപയോഗം കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി. ജലസേചനത്തിനായിട്ട് പേർഷ്യൻ ചക്രവും കനാലുകളും വ്യാപകമായിട്ട് ഉപയോഗപ്പെടുത്തിയിരുന്നു. അപ്പോൾ എന്താണ് പറയുന്നത്, അന്ന് നികുതി കൊടുത്തിരുന്നു അല്ലേ. അതുപോലെ തന്നെ നന്നായിട്ട് നെല്ലിനങ്ങളും അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്, ബാർലി, കരിമ്പ്, പരുത്തി, നെല്ല്, ഗോതമ്പ് എന്നിവയൊക്കെ നന്നായിട്ട് ഉണ്ടായിരുന്ന കാർഷിക ഉൽപ്പന്നങ്ങളായിരുന്നു. അതുപോലെ തന്നെ നെല്ലിനങ്ങൾ കൃഷി ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അബുൾ ഫസലാണ് ഐനി അക്ബർ എഴുതിയത്. ആരാണ്, അബുൾ ഫസലാണ് ഐനി അക്ബർ എഴുതിയത്. ഐനി അക്ബർ എഴുതിയത് ആരാണ്, അബുൾ ഫസലാണ്. അതുപോലെ തന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്, നികുതി കൊടുത്തിരുന്നു അല്ലേ. നികുതി കൊടുത്തിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. നികുതി കൊടുത്തിരുന്ന കാലം വരെ കർഷകനെ ഭൂമിയിൽ നിന്നും ഒഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു
ഉണ്ടായിരുന്നില്ല. അങ്ങനെ പുതിയ സാങ്കേതിക വിദ്യകൾ വരാണല്ലേ, പുതിയ സാങ്കേതിക വിദ്യകളും ജലസേചന സൗകര്യങ്ങളൊക്കെ വരാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് പറയുന്നത്. അബുൾ ഫസൽ പഠിച്ചിരിക്കട്ടെ. അബുൾ ഫസലിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. മുഗൾ ഭരണകാലത്തെ മുഖ്യ ചരിത്രകാരനായിരുന്നു അബുൾ ഫസൽ. അക്ബറിൻ്റെ ഉപദേശകനും ജീവചരിത്രകാരനുമായിരുന്നു അദ്ദേഹം. ഐനി അക്ബരി, അക്ബർ നാമ എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവാരാണ്? അബുൾ ഫസലാണ് ഐനി അക്ബരി, അക്ബർ നാമ എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കാർഷിക രംഗം പറഞ്ഞു അല്ലേ. കാർഷിക രംഗത്തെ ഉൽപ്പാദന വർധനവ് കച്ചവടത്തെയും നഗരവൽക്കരണത്തെയും ത്വരിതപ്പെടുത്തി. വിദേശ ചരക്കുകളുടെ പ്രവേശന കവാടമായിരുന്നു ഗുജറാത്ത് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഗുജറാത്ത് എന്ന് പറയുന്നത് മെയിൻ എന്തായിരുന്നു? വിദേശ ചരക്കുകളുടെ പ്രവേശന കവാടമായിരുന്നു. കാരണം എന്താണ്? ഗുജറാത്തിൻ്റെ അടുത്ത് തന്നെ എന്തുണ്ടായിരുന്നു? തുറമുഖങ്ങൾ ഉണ്ടായിരുന്നു. തുണിത്തരങ്ങൾ, മസിൻ പട്ട്, പഞ്ചസാര, അരി തുടങ്ങിയവയായിരുന്നു പ്രധാന കയറ്റുമതി ഇനങ്ങൾ. ജലഗതാഗതം കാര്യമായ പുരോഗതി കൈവരിച്ചു. ഇക്കാലത്തെ പ്രധാന നഗരങ്ങളായിരുന്നു ധാക്ക, മുർഷിദാബാദ്, സൂറത്ത്, ലാഹോർ, ആഗ്ര എന്നിവയൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ധാക്ക എവിടെയാണ്? ബംഗ്ലാദേശിലാണ് ധാക്ക എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഏത് ഭാഗം വരുന്നത്. നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഇപ്പോൾ കാർഷിക രംഗം പറഞ്ഞു അല്ലേ. കാർഷിക രംഗം, സാഹിത്യം, അക്ബറിനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ. അക്ബറിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഈ നെക്സ്റ്റ് വരുന്നത് എന്താണ്? സാംസ്കാരിക സമന്വയം. എന്താണ് പറയുന്നത്? സാംസ്കാരിക സമന്വയം ഉണ്ടോ പറയുന്നത്. ഇവിടെ നോക്കിയേ. രസ്നാം എന്ന ചിത്ര പുസ്തകത്തിൻ്റെ പുറംചട്ടം നൽകിയിട്ടുണ്ട് അല്ലേ. എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കിയേ. അറബിയിലൊക്കെയാണ് അല്ലേ, ഉറുദു ഭാഷയിലൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? മുഗൾ ഭരണകാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മഹാഭാരതത്തിൻ്റെ പുറംചട്ടയുടെ ചിത്രമാണിത്. അപ്പോൾ എന്താണ്? മഹാഭാരതം എന്ന് പറയുന്ന ഒരു മഹാഭാരതം എന്ത് ചെയ്തു? പേർഷ്യൻ ഭാഷയിലേക്ക് പരിവർത്തനം ചെയ്തു അല്ലേ. ആരാണ് ചെയ്തത്? മുഗൾ ഭരണകാലത്ത് ആരായിരുന്നു ചെയ്തത്? മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ്റെ മകനായ ദാരാ ഷുക്കോ ആണല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, മഹാഭാരത രാമായണമൊക്കെ ഈ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത് ദാരാ ഷുക്കിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുഗൾ വംശജർ ഇന്ത്യൻ സംസ്കാരവുമായി കൂടിച്ചേർന്നതിൻ്റെ ഉദാഹരണമാണ്. അപ്പോൾ മുഗൾ വംശജർ ഇന്ത്യൻ സംസ്കാരവുമായിട്ട് ചേർന്നു എന്ന് പറയുന്നതിന് പ്രത്യേക ഉദാഹരണമാണ് ഈ മഹാഭാരതം എന്ന് പറയുന്നത് പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത്. ഇക്കാലത്ത് വിവിധ മേഖലകളിൽ സാംസ്കാരിക കൂടിച്ചേരലുകൾ നടന്നു. അത്തരത്തിലുള്ള സാംസ്കാരിക സമന്വയത്തിൻ്റെ ചില ഉദാഹരണങ്ങൾ നോക്കാം. അങ്ങനെ വിവിധ മേഖലകളിൽ ഇതുപോലെ തന്നെ സാംസ്കാരിക കൂടിച്ചേരലുകൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ഉദാഹരണം എന്ന് പറയുന്നത് ഏതാണ്? താജ്മഹൽ, ആഗ്ര കോട്ട, ചെങ്കോട്ട തുടങ്ങിയവ ഇന്ത്യയുടെയും മുഗളന്മാർ ഇവിടേക്ക് കൊണ്ടുവന്ന പേർഷ്യൻ വാസ്തുവിദ്യാ ശൈലിയുടെയും സമന്വയത്തിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഈ താജ്മഹൽ, ആഗ്ര കോട്ട, ചെങ്കോട്ട എന്നൊക്കെ പറയുന്നത് എന്താണ്? രണ്ടിൻ്റെയും മിശ്രിതമാണ്. എന്തിനൊക്കെയാണ്? മുഗളന്മാർ ഇങ്ങോട്ട് വന്ന വാസ്തുവിദ്യാ ശൈലിയുടെയും അതുപോലെ തന്നെ ഇന്ത്യയുടെയും കൂടിയിട്ടുള്ള മിശ്രിതമാണ്. പേർഷ്യൻ, ഹിന്ദി ഭാഷകൾ കൂടിച്ചേർന്ന് പുതിയൊരു ഭാഷയായ ഉറുദു രൂപപ്പെട്ടതും ഇക്കാലത്താണ്. അപ്പോൾ പേർഷ്യൻ, ഹിന്ദി ഭാഷകളൊക്കെ ഈ രണ്ടും കൂടി ചേർന്നിട്ടാണ് എന്ത് രൂപപ്പെട്ടത്? ഉറുദു രൂപപ്പെട്ടത്. അതും എന്താണ്? രണ്ട് സംസ്കാരത്തിൻ്റെ കൂടിച്ചേരലാണ്. ഹിന്ദുസ്ഥാനി സംഗീതം ഉത്ഭവിച്ചതും ഈ സമന്വയത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ എന്തൊക്കെയാണ്? ഹിന്ദി ഭാഷ, അതുപോലെ തന്നെ ഹിന്ദുസ്ഥാനി സംഗീതം, പിന്നെ എന്താണ്? ആഗ്ര കോട്ട, ചെങ്കോട്ട, താജ്മഹൽ എന്നിവയ്ക്ക് താജ്മഹലിൻ്റെ ചിത്രം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ചെങ്കോട്ടയുടെ ചിത്രം നൽകിയിട്ടുണ്ട്. ആഗ്ര കോട്ടയുടെ ചിത്രം നൽകിയിട്ടുണ്ട്. ചെങ്കോട്ട നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ നേരത്തെ. മുഗൾ ഭരണകാലത്ത് മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള സമന്വയത്തിന് ഉദാഹരണങ്ങളായിട്ട് കാണാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ ഇത്ര നേരം വരെ പറഞ്ഞിരുന്നത് എന്തായിരുന്നു? മുഗൾ സാമ്രാജ്യത്തെക്കുറിച്ച് പറഞ്ഞു അല്ലേ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വിജയനഗര ഭരണത്തെക്കുറിച്ചിട്ടാണോ. വിജയനഗര ഭരണം നമ്മൾ നേരത്തെ ഫസ്റ്റ് തന്നെ കാണിച്ചു അല്ലേ. ഹംപി എന്ന് പറയുന്ന ഇതിനെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. മധ്യകാലത്ത് ഡൽഹി കേന്ദ്രമാക്കി ഭരണം നടത്തിയ മുഗൾ രാജവംശത്തെക്കുറിച്ച് മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ ഡൽഹി കേന്ദ്രമായിട്ടായിരുന്നു മുഗൾ രാജവംശക്കാർ എന്ത് ചെയ്തിരുന്നത്? ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇക്കാലത്ത് ദക്ഷിണേന്ത്യയിലും വ്യത്യസ്ത രാജവംശങ്ങൾ നിലനിന്നിരുന്നു. അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ടതാണ് വിജയനഗര രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ ഉണ്ടായിരുന്ന വ്യത്യസ്ത രാജവംശങ്ങളാണ് അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ട വിജയനഗര രാജ്യം എന്ന് പറയുന്നത്. ഇനി വിജയനഗരവും ഹംപിയും കുറിച്ച് പറയുന്നുണ്ട്. വിജയനഗരം എന്ന് വെച്ചാൽ അർത്ഥം വിജയത്തിൻ്റെ നഗരം എന്നാണ്. ഒരേ സമയം ഒരു നഗരത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പേരായിരുന്നു. അപ്പോൾ വിജയനഗരം എന്ന് പറയുന്നത് ഒരു നഗരത്തിൻ്റെയും പേരാണ്, അതുപോലെ തന്നെ എന്താണ്? രാജ്യത്തിൻ്റെയും കൂടി പേരാണ്. CE 1565 ഈ നഗരം നശിക്കപ്പെടുകയും തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ അത് ജനമനസ്സുകളിൽ മാത്രം നിലനിൽക്കുകയും ചെയ്തു. അപ്പോൾ 1565 ആയപ്പോൾ എന്ത് സംഭവിച്ചു? ഇതെന്ന് പറയുന്നത് നശിക്കപ്പെടാനല്ലേ. എന്ത്? ഹംപി എന്ന് പറയുന്നത് അവരുടെ ഓർമ്മയിലാണ് അത് ഹംപി എന്ന പേരിൽ നിലനിന്നത്.
1800 കേണൽ മക്കൻസി എന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥനാണ് ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അപ്പോൾ ആരാണ് ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്? 1800 കേണൽ മക്കൻസിയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥനാണ് ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അതിലൂടെയാണ് വിജയനഗരത്തിൻ്റെ ചരിത്രത്തിലേക്ക് ഗവേഷകരുടെ ശ്രദ്ധ പതിഞ്ഞതും. അങ്ങനെ വിജയനഗരം കണ്ടെത്തുകയാണ് അല്ലേ. നോക്കി വിജയനഗരം കണ്ടെത്തിയിട്ടുള്ള ഒരു ഭാഗം കാണിച്ചിട്ടുണ്ട്. ദക്ഷിണേന്ത്യൻ പ്രദേശമായിരുന്നു എന്നും പറഞ്ഞു അല്ലേ. അപ്പോൾ വിജയനഗര രാജ്യത്തിൽ ഉൾപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളല്ലേ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ് വിജയനഗരം എന്ന് പറയുന്ന രാജ്യം ഉണ്ടായിരുന്നത്. ഇനി വിജയനഗരത്തിലെ രാജാക്കന്മാർ ആരൊക്കെയാണ്? അവിടെ എത്ര വംശമുണ്ട്? 4 വംശമാണ് പറയുന്നത്. സംഗമ രാജവംശം, സാലുവ വംശം, തുളുവ വംശം, അരവിഡു വംശം. സംഗമ രാജവംശം, സാലുവ വംശം, തുളുവ വംശം, അരവിഡു വംശം. ഈ സംഗമ രാജവംശത്തിൽ ഹരിഹരനും ബുക്കനുമാണ് ഉണ്ടായിരുന്നത്. ഹരിഹരനും ബുക്കനുമാണ് ഉണ്ടായിരുന്നത്. സാലുവ വംശത്തിലോ നരസിംഹ സാലുവയായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ തുളുവ വംശത്തിൽ വീര നരസിംഹനും കൃഷ്ണദേവരായരും. ഇതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഈ കൃഷ്ണദേവരായ ഉണ്ടോ. അതുപോലെ തന്നെ അരവിഡ് വംശത്തിൽ തിരുമല വെങ്കിട ഒന്നാമനൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. ഹരിഹരൻ ബുക്കൻ എന്നീ സഹോദരങ്ങളാണ് CE 1336 ഫസ്റ്റിലെ വിജയനഗരം സ്ഥാപിച്ചത് ഹരിഹരനും ബുക്കനും കൂടിയിട്ടാണ്. അപ്പോൾ ഹരിഹരനും ബുക്കനും ഇമ്പോർട്ടൻ്റ് ആണ്. ഹരിഹരനും ബുക്കനും കൂടിയിട്ടാണ് 1336 വിജയനഗരം സ്ഥാപിച്ചത്. ദക്ഷിണേന്ത്യയിലെ ശക്തവും സമ്പന്നവുമായ രാജ്യമായിരുന്ന വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ. അപ്പോൾ പ്രശസ്തനായ ഭരണാധികാരി ആരാണ്? കൃഷ്ണദേവരായറാണ്. 1509 മുതൽ 1529 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടമായിരുന്നത്. ഏറ്റവും ശക്തവും സമ്പന്നവുമായ രാജ്യമായിരുന്ന ഈ വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ. അതുപോലെ തന്നെ ഹരിഹരനും ബുക്കനും കൂടിയിട്ടാണ് ഈ വിജയനഗരം സ്ഥാപിച്ചത്. ഇനി ബാർബോസ് എന്ന് പറയുന്നത് ഇന്ത്യ സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരിയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് പറയുന്നത്. ഏതൊരാൾക്കും യാതൊരു അസ്വാരസ്യവുമില്ലാതെ ക്രിസ്ത്യാനിയെന്നോ ജൂതനെന്നോ മൂറെന്നോ കിരാതനെന്നോ വ്യത്യാസമില്ലാതെ തൻ്റെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് വന്ന് പോകുന്നതിനും ജീവിക്കുന്നതിനും യാതൊരു തടസ്സമില്ലാത്ത വിധം രാജാവ് സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയും സമത്വം നിറഞ്ഞതാണ്. അപ്പോൾ എന്താണ് പ്രത്യേകത പറയുന്നത്? ഏത് ഭാഗത്തെയാണ്? വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നീതിന്യായ വ്യവസ്ഥയും എന്തായിരുന്നു? സമത്വം നിറഞ്ഞതായിരുന്നു അല്ലേ. നേരത്തെ നമ്മൾ മുഗൾ രാജവംശത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, സമത്വങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷേ വിജയനഗരത്തിലെത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? ഇതൊന്നും ഇല്ലാണ്ടിരുന്നു അല്ലേ. ഇനി കൃഷ്ണദേവരായരുടെ ഭരണകാലം രാജ്യവ്യാപനത്തിൻ്റെയും വികസനത്തിൻ്റെയും കാലഘട്ടമായിരുന്നു. ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് നടത്തിയിരുന്നു. തലസ്ഥാന നഗരിയായ ഹംപിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതോടൊപ്പം കോട്ടകളും കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും പണി കഴിപ്പിച്ചിരുന്നു. മതസഹിഷ്ണുതയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രശസ്തിക്ക് മറ്റൊരു പ്രധാന കാരണമെന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം എന്താണ്, നമ്മൾ അക്ബറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, മതസഹിഷ്ണുത നയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിനും നമ്മളെ കൃഷ്ണദേവരായർക്കും അതുപോലെ തന്നെ മതസഹിഷ്ണുത എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് കാരണമാണ് അവിടെ കോട്ടകളും കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളൊക്കെ പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ എല്ലാ മതങ്ങളെയും ഒരുപോലെ പരിഗണിക്കുകയും വിവിധ മതസ്ഥർക്ക് അവരുടേതായ വിശ്വാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജീവിക്കുവാനുള്ള എല്ലാ സ്വാതന്ത്ര്യം അനുവദിക്കുകയും ചെയ്തിരുന്നു. കൃഷ്ണദേവരായരുടെ കാലത്ത് കലാ സാഹിത്യ സാംസ്കാരിക മേഖലകളും ശ്രദ്ധേയമായിട്ടുള്ള പുരോഗതി കൈവരിച്ചിരുന്നു. അപ്പോൾ കൃഷ്ണദേവരായരുടെ കാലത്ത് എന്തൊക്കെയാണ് പറഞ്ഞത്? ശ്രദ്ധേയമായിട്ടുള്ള പുരോഗതി എന്തിനായിരുന്നു? കലാ സാഹിത്യ സംസ്കാരത്തിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാ മതസ്ഥരെയും ഒരുപോലെ കണ്ടിരുന്നു എന്ന് പറഞ്ഞു അല്ലേ. ഇനി എന്താണ്? അസാമാന്യമായ പാണ്ഡിത്യം ഉണ്ടായിരുന്ന അദ്ദേഹം അക്തുമാലദ്യ, ജംബവതി കല്യാണം എന്ന കൃതികൾ രചിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് പറയുന്നത്? അദ്ദേഹത്തിൻ്റെ കൃതികളാണ് അമുക്തമാല്യത എന്ന് പറയുന്നതും ജാംബവതി കല്യാണം എന്ന് പറയുന്നതും. അതുപോലെ തന്നെ തെലുങ്ക്, കന്നഡ, തമിഴ് സാഹിത്യങ്ങൾ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. അഷ്ടതി ഗദ്യങ്ങൾ എന്ന് അറിയപ്പെട്ടിരുന്ന പണ്ഡിതർ കൃഷ്ണദേവരായരുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്നു. അഷ്ടതി ഗദ്യങ്ങൾ എന്ന് പറയുന്ന അറിയപ്പെട്ടിരുന്ന പണ്ഡിതർ ആരുടെ സദസ്സിലായിരുന്നു? കൃഷ്ണദേവരായരുടെ സദസ്സിനെയായിരുന്നു അലങ്കരിച്ചിരുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ മെയിൻ ആയിട്ടുള്ള കൃതികളായിരുന്നു അമുക്തമാല്യതയും ജാംബവതി കല്യാണം. ക്ലിയർ ആയല്ലോ? ഇത്രയൊക്കെയാണ് ആരെക്കുറിച്ച് പറയാനുള്ളത്? നമ്മളുടെ കൃഷ്ണദേവരായരെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി അദ്ദേഹം കുറേ ഭരണ സംവിധാനം എങ്ങനെയായിരുന്നു നടത്തിയെന്നാണ് പറയുന്നത്. വിജയനഗര ഭരണത്തിലും രാജവാഴ്ചയാണ് നിലനിന്നിരുന്നത്. പക്ഷേ എന്താണ്, സമത്വം എല്ലാവർക്കും ഒരുപോലെയായിരുന്നു അല്ലേ. അപ്പോൾ വിജയനഗര ഭരണത്തിലും രാജവാഴ്ചയാണ് നിലനിന്നിരുന്നത്. ഭരണ സൗകര്യത്തിനായിട്ട് രാജ്യത്തെ മണ്ഡലങ്ങൾ, അതായത് പ്രവിശ്യകൾ, നാടുകൾ, ജില്ലകൾ, സ്ഥലം, ഉപജില്ലകൾ, ഗ്രാമങ്ങൾ എന്നിങ്ങനെ വിഭജിച്ചിരുന്നു. അത് നമ്മൾ പറഞ്ഞു അല്ലേ. മുഗൾ രാജവംശത്തിലും വേറെ ഒരു 3-4 പേര് പറഞ്ഞിരുന്നില്ലേ,
അതുപോലെ തന്നെയാണ് ഇവിടെയും എന്താണ് മണ്ഡലങ്ങൾ, നാടുകൾ, സ്ഥലം, ഗ്രാമങ്ങൾ എന്നിങ്ങനെ വിഭജിച്ചിരുന്നു. രാജാവിനെ സഹായിക്കാൻ മന്ത്രിസഭ ഉണ്ടായിരുന്നു. മന്ത്രിമാരെ തരം താഴ്ത്തുന്നതിനും ശിക്ഷിക്കാനുമുള്ള അധികാരം ആർക്കുണ്ടായിരുന്നു? രാജാവിനുണ്ടായിരുന്നു. നീതി നിർവഹണത്തിനായിട്ട് വിവിധ തലങ്ങളിൽ കോടതികൾ സ്ഥാപിച്ചിരുന്നു. മറ്റേ നേരെ ഓപ്പോസിറ്റ് ആണല്ലേ, ഇവിടെ കോടതികൾ ഉണ്ടായിരുന്നു, അവിടെ കോടതികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പീൽ അധികാരി രാജാവ് തന്നെയായിരുന്നു. ചെറിയ കുറ്റങ്ങളും തൊഴിൽപരമായ പ്രശ്നങ്ങളും ഗ്രാമങ്ങളിലെ കോടതികൾ തന്നെ കൈകാര്യം ചെയ്തിരുന്നു. അപ്പോൾ കോടതികളുള്ള കാരണം എന്താണ്, കുറേ പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് ഈ രാജാവിന് ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ മറ്റേ മുഗൾ രാജവംശത്തിലായിരുന്നെങ്കിൽ രാജാവാണല്ലോ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ സമത്വം അവിടെ നിന്നിരുന്നില്ല, അതുപോലെ തന്നെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. വിജയനഗരത്തിലെ ഭരണ സംവിധാനത്തിൽ പ്രധാന പങ്ക് വഹിച്ചവരായിരുന്നു നായകന്മാരും അമരനായകന്മാരും. ഇനി സൈനിക മേധാവികൾ അമരനായകന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് അറിയപ്പെട്ടിരുന്നത്? അമരനായകന്മാർ എന്നാണ് സമര മേധാവികൾ അല്ലേ, സൈനിക മേധാവികൾ അറിയപ്പെട്ടിരുന്നത്. രാജാക്കന്മാർ ഇവർക്കായിട്ട് ഭൂപ്രദേശങ്ങൾ അനുവദിച്ച് നൽകിയിരുന്നു. ഈ പ്രദേശങ്ങളെയാണ് അമര എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ രാജാക്കന്മാർ ഈ അമരനായകന്മാർക്ക് എന്ത് കൊടുത്തിരുന്നു? അമര എന്ന പേരിൽ പ്രദേശങ്ങൾ കൊടുത്തിരുന്നു അല്ലേ, ഭൂപ്രദേശങ്ങൾ കൊടുത്തിരുന്നു. അമരത്തിൻ്റെ ഭരണം നിർവഹിച്ചിരുന്നത് അമരനായകന്മാരായിരുന്നു. ഈ പ്രദേശങ്ങളിൽ നികുതി പിരിക്കുന്നതിനുള്ള അവകാശം ആർക്ക് തന്നെയായിരുന്നു? അമരനായകർക്കായിരുന്നു. അമരനായകർ രാജാവിന് ഒരു നിശ്ചിത തുക നൽകിയിരുന്നു. ഇവർ നിശ്ചിത എണ്ണം കാലാളുകൾ, കുതിരകൾ, ആനകൾ എന്നിവ നിലനിർത്തിയിരുന്നു. ഈ വ്യവസ്ഥയെ അമരനായക സംവിധാനം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, നായകന്മാരുണ്ടായിരുന്നു. അമര എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശം രാജാക്കന്മാർക്ക് നൽകിയിരുന്നു അല്ലേ. നികുതി പിരിക്കാനുള്ള അവകാശം ആർക്കായിരുന്നു? അമരനായകന്മാർക്കായിരുന്നു. പിന്നെ എന്താ പറഞ്ഞത്, അവരുടെ സംവിധാനത്തെ അമരനായക സംവിധാനം എന്നൊക്കെയാണ് പറഞ്ഞില്ലേ. കാരണം ഒരു നിശ്ചിത തുക എന്തായാലും രാജാവിന് നൽകേണ്ടി വന്നിരുന്നു. അപ്പോൾ അത് കാലാളുകൾ, കുതിരകൾ, ആനകൾ എന്നിവയൊക്കെ ആയിരിക്കാം. അപ്പോൾ അതിനെയാണ് അമരനായക സംവിധാനം എന്ന് പറയുന്നത്. ഇനി ഇവിടെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി എന്താണ്? വിവിധ ജാതി മത വിഭാഗങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു വിജയനഗര സമൂഹം. ബ്രാഹ്മണർക്കായിട്ട് സമൂഹത്തിൽ മേധാവിത്വം ഉണ്ടായിരുന്നു. ക്ഷേത്രങ്ങൾക്ക് അനുവദിച്ചിരുന്ന ഭൂമിയിൽ നിന്നുള്ള വരുമാനം ഇവർക്ക് അവകാശപ്പെട്ടതായിരുന്നു. ക്ഷേത്രങ്ങളിലെ പൂജാതി കർമ്മങ്ങൾ, മതപരമായ ചടങ്ങുകൾ തുടങ്ങിയവയ്ക്ക് നേതൃത്വം നൽകിയിരുന്നത് ബ്രാഹ്മണരായിരുന്നു. അപ്പോൾ ഇവിടെ ബ്രാഹ്മണരെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് പറഞ്ഞത് ബ്രാഹ്മണരെ കുറിച്ചിട്ട്? അവർക്കാണ് അവിടെ മേധാവിത്വം ഉണ്ടായിരുന്നത്. ക്ഷേത്രങ്ങൾക്ക് അനുവദിച്ചിരുന്ന ഭൂമിയിൽ നിന്നുള്ള വരുമാനം ആർക്കുള്ളതായിരുന്നു? ഈ ബ്രാഹ്മണർക്കുള്ളതായിരുന്നു. അതുപോലെ തന്നെ പൂജാതി കർമ്മങ്ങളും ചടങ്ങുകളൊക്കെ നടത്തിയിരുന്നതും ബ്രാഹ്മണരായിരുന്നു. സമൂഹത്തിലെ മറ്റു വിഭാഗങ്ങൾ കൃഷി, കച്ചവടം, കൈത്തൊഴിലുകൾ തുടങ്ങിയ മേഖലകളിലാണ് മുഖ്യമായിട്ടും ഏർപ്പെട്ടിരുന്നത്. രാജകൊട്ടാരത്തിൽ രാജകീയ കണക്കുകൾ തയ്യാറാക്കുവാനും പൂന്തോട്ടം അലങ്കരിക്കുവാനും രാജാക്കന്മാർ സ്ത്രീകളുടെ സേവനമാണ് ഉപയോഗപ്പെടുത്തിയിരുന്നത്. അപ്പോൾ ഇവിടെ മറ്റു വിഭാഗക്കാർ എന്താണ്? കൃഷി, കച്ചവടം, കൈത്തൊഴിലുകൾ തുടങ്ങിയ മേഖലകളിൽ മുഖ്യമായിട്ട് ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ രാജകൊട്ടാരത്തിൽ രാജകീയ കണക്കുകൾ തയ്യാറാക്കുവാനും പൂന്തോട്ടം അലങ്കരിക്കുവാനും രാജാക്കന്മാരുടെ സ്ത്രീകളുടെ സേവനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിരുന്നു. ഇനി ഇവിടെ പറയുന്നുണ്ടല്ലോ അല്ലേ, ഡൊമിംഗോ പയസ് എന്ന് പറയുന്ന ഒരു വിജയനഗരം സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരിനെ കുറിച്ച് പറയുന്നുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വിശാലവും മനോഹരവുമായ ഒരു തെരുവുണ്ട്. ഈ തെരുവിൽ നിരവധി വ്യാപാരികൾ ജീവിക്കുന്നു. അവിടെ നിങ്ങൾക്ക് മാണിക്യക്കല്ലുകളും മരതങ്ങളും പവിഴങ്ങളും മുത്തുകളും തുണിത്തരങ്ങളും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതായിട്ട് കാണാം. അവിടെ കുതിരകൾ, ഓറഞ്ച്, മുന്തിരി, തടി തുടങ്ങിയവയെല്ലാം വിൽക്കുന്നു. അപ്പോൾ വിജയനഗരം സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരിയായ ഡൊമിംഗോ പയസ് പറഞ്ഞിരിക്കുകയാണല്ലേ, അവിടെ എന്താണ് പറയുന്നത്? ഒരു തെരുവുണ്ട്. ആ തെരുവിൽ എന്താണ്? കുറേ വ്യാപാരികളുണ്ട്. മാണിക്യക്കല്ലും പവിഴങ്ങളും മുത്തും തുണിത്തരമൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓറഞ്ചും മുന്തിരിയും തടിയൊക്കെ വിൽക്കുന്നവരെയൊക്കെ കാണാമെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ എന്താണ് പറയുന്നത്? കുറച്ച് കൃഷികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായില്ലേ. വിജയനഗരത്തിൻ്റെ പ്രൗഢി ആ രാജ്യം സന്ദർശിച്ച ഒട്ടേറെ സഞ്ചാരികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത് എന്തായിരുന്നു? കൃഷിയായിരുന്നു. സിൽക്ക്, പരുത്തി വസ്ത്രങ്ങളാണ് സാധാരണയായിട്ട് ഉപയോഗിച്ചിരുന്നത്. വിജയനഗരത്തിന്റെ ചുറ്റുമുള്ള വരണ്ടു കിടക്കുന്ന പ്രദേശങ്ങളെ ജലസേചന യോഗ്യമാക്കി. 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കമലംപുര കുളവും ഹരിയ കനാലും തുംഗഭദ്ര നദിക്ക് കുറുകെ കിട്ടിയ അണക്കെട്ടും കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി. ഭൂമി സർവേ ചെയ്ത് ഗുണനിലവാരം അനുസരിച്ച് നികുതി നിശ്ചയിച്ചിരുന്നു. അപ്പോൾ അവിടെ എന്താണ്? നികുതി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ നികുതിയായിരുന്നു? ഭൂനികുതി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ തൊഴിൽ നികുതി, വീട്ടുനികുതി, അതുപോലെ തന്നെ ലൈസൻസ് ഫീസുകൾ, വിവിധ തരത്തിലുള്ള ലൈസൻസ് ഫീസുകൾ, കോടതി ശിക്ഷ അനുസരിച്ചുള്ള പിഴകൾ എന്നിവയ്ക്കായിരുന്നു ഗവൺമെൻറ്റിൻ്റെ പ്രധാന വരുമാന മാർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കൃഷി എന്ന് പറയുന്നത് അവിടുത്തെ സാധാരണക്കാരുടെ തൊഴിലായിരുന്നു. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ പ്രധാന വരുമാന മാർഗ്ഗങ്ങൾ എന്ന് പറയുന്നത് നികുതികളായിരുന്നു. കുറേ നികുതികളുണ്ടായിരുന്നു അല്ലേ. ഭൂനികുതി, തൊഴിൽ നികുതി, വീട്ടുനികുതി, അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ലൈസൻസ് ഫീസുകൾ, കോടതി ശിക്ഷ അനുസരിച്ചിട്ടുള്ള പിഴകൾ എന്നിവയൊക്കെ.
വിജയനഗരം ഒരു വലിയ വ്യാപാര കേന്ദ്രമായി വികാസം പ്രാപിച്ചു. ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്നും വ്യാപാരികൾ പേരുകേട്ട വിജയനഗരത്തിൽ എത്തിച്ചേർന്നിരുന്നു. ഭരണാധികാരികൾ വിദേശ വ്യാപാരത്തിന് വളരെയേറെ പ്രോത്സാഹനം നൽകി. പോർച്ചുഗീസുകാർക്കും അറബികൾക്കുമായിരുന്നു വിദേശ വ്യാപാരത്തിന് കുത്തക ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ കൂടുതൽ ആരാണ് എത്തിയിട്ടുണ്ടായിരുന്നത്? പോർച്ചുഗീസുകാരും അറബികളുമായിരുന്നു ആ പ്രദേശത്ത് എത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ചൈന, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുടെ വ്യാപാരവും അവിടെ നടന്നിരുന്നു. ചൈന, ശ്രീലങ്ക, അതുപോലെ തന്നെ എന്താണ് യൂറോപ്പിലെ പോർച്ചുഗീസുകാരും അറബികളുമായിരുന്നു ഉണ്ടായിരുന്നത്. അറേബ്യ, മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്നും കൊണ്ടുവന്നിരുന്ന കുതിരകളുടെ കച്ചവടം പ്രധാനമായി നടത്തിയിരുന്നത് അറബികളായിരുന്നു. കുതിരകളുടെ കച്ചവടം ആരാണ് നടത്തുന്നത്? അറബികളായിരുന്നു അല്ലേ? എവിടെ നിന്നൊക്കെയാണ് കുതിരകളെ കൊണ്ടുവന്നിരുന്നത്? അറേബ്യയിൽ നിന്നും മധ്യേഷ്യയിൽ നിന്നും കൊണ്ടുവന്നിരുന്ന കുതിരകളുടെ കച്ചവടം നടത്തിയിരുന്നത് അറബികളായിരുന്നു. കുതിരകൾ കച്ചവടത്തിലൊരു പ്രധാന ഇനമായിരുന്നു. കുതിര കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന പ്രാദേശിക കച്ചവടക്കാരെയാണ് കുതിരച്ചെട്ടികൾ എന്നറിയപ്പെട്ടത്. കാലക്രമേണ അറബികളെ പിന്തള്ളി പോർച്ചുഗീസുകാർ ഈ കച്ചവടത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. വ്യാപാരത്തിൽ നിന്നുള്ള വരുമാനം രാഷ്ട്രത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തി. നഗരത്തിൽ നിന്ന് ലഭിച്ച ചൈനീസ് മൺപാത്രങ്ങൾ ചൈനയുമായുള്ള കച്ചവട ബന്ധത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ കുതിര ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പറഞ്ഞത് എന്താണ്? കുതിര ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ചൈനീസ് മൺപാത്രങ്ങളൊക്കെ ചൈനയുമായിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതായിരുന്നു. ഇനി ഇവിടുത്തെ സാംസ്കാരികം എന്ന് പറയുന്നത് എന്താണ്? സാംസ്കാരികം എന്ന് പറയുന്നത് നോക്കിയേ, ഹസാര രാമസ്വാമി ക്ഷേത്രം അല്ലേ? ഹസാര രാമക്ഷേത്രം എന്ന് പറയുന്നത് ഹംപിയിലാണ്. അതുപോലെ തന്നെ വിത്തല സ്വാമി ക്ഷേത്രവും ഹംപിയിലാണ്. അപ്പോൾ വിജയനഗര കാലഘട്ടത്തിൽ സാംസ്കാരിക രംഗവും വലിയ പുരോഗതി കൈവരിച്ചു. വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും പഠനത്തിന് വേണ്ടി നിരവധി പാഠശാലകൾ സ്ഥാപിച്ചിരുന്നു. കല, വാസ്തുവിദ്യ, ശില്പകല, സാഹിത്യം, സംഗീതം തുടങ്ങിയ മേഖലകളിൽ വിജയനഗര കാലത്ത് അഭൂതപൂർവമായ വളർച്ചയുണ്ടായി. കൃഷ്ണദേവരായ പോലുള്ള രാജാക്കന്മാർ കലയുടെയും സാഹിത്യത്തിൻ്റെയും സംരക്ഷകരായിരുന്നു. ദ്രാവിഡ ശില്പരീതിയായിരുന്നു അന്ന് കൂടുതലായിട്ട് പ്രാബല്യത്തിലുണ്ടായിരുന്നത്. ഗോപുരങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന ഭീമാകാരങ്ങളായ ക്ഷേത്ര കവാടങ്ങളാണ് വിജയനഗര ശില്പകലയുടെ മറ്റൊരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത്. അവിടെ അപ്പോൾ എന്താ പറയുന്നത്? വിജയനഗര കാലഘട്ടത്തിലെ കല, വാസ്തുവിദ്യ, ശില്പകല, സാഹിത്യം, സംഗീതം എന്നീ മേഖലകളിലൊക്കെ വളർച്ചയുണ്ടായിരുന്നു. കൃഷ്ണദേവരായ പോലുള്ള രാജാക്കന്മാർ കലയുടെയും സാഹിത്യത്തിൻ്റെയും സംരക്ഷകരായിരുന്നു. അതുപോലെ തന്നെ ദ്രാവിഡ ശില്പരീതിയായിരുന്നു അന്ന് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. അപ്പം നോക്കിക്കേ, വീരൂപാക്ഷ ക്ഷേത്രം ഹംപിയിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലോട്ടസ് മഹൽ ഹംപിയിൽ നൽകിയിട്ടുണ്ട്. സാഹിത്യ രംഗവും ഇക്കാലത്ത് വളരെയധികം പുരോഗതി കൈവരിച്ചു. തെലുങ്ക് സാഹിത്യമാണ് ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത്. കൂടാതെ നിരവധി സംസ്കൃത കൃതികൾ വിവിധ പ്രാദേശിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതും ഈ കാലത്താണ്. അപ്പോൾ സാഹിത്യ രംഗവും ഇല്ലേ? സാഹിത്യ രംഗം അതായത് എല്ലാ രംഗങ്ങളിലെ കലാകായികം, സാഹിത്യം എന്നിവയൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നതാണ്. അതുപോലെ തന്നെ തെലുങ്ക് സാഹിത്യമായിരുന്നു ഏറ്റവും കൂടുതലായിട്ട് അവിടെ വികാസം പ്രാപിച്ചിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുണ്ടോ ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഈ ചാപ്റ്റർ കൂടുതലായിട്ട് മധ്യകാല രംഗം അല്ലേ, ഹംപിനെ കുറിച്ചും അതുപോലെ തന്നെ വിജയനഗര കുറിച്ചും മുഗൾ ഭരണത്തെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം കേട്ടോ.